അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സിസ്റ്റർ ബ്ലെസ്സി CSC. എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറഞ്ഞിരുന്നു. ഞാനിവിടെ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വന്ന ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നമ്പറൊക്കെ ആയപ്പോൾ വെച്ചു തിരിച്ചു പോയാലോ, എൻ്റെ ശുശ്രൂഷ ഇതല്ല. ഞാൻ 1-2 പേരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതല്ല ഞാൻ തിരിച്ചു പോയാലോ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന, അപ്പോൾ റേഡിയോളജിയിലേക്ക് തന്നെ പോകാം, എൻ്റെ വേക്കൻസി അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അപ്പോൾ തിരിച്ചു പോയേക്കാം എന്നൊരു ചിന്ത കൊണ്ട് ഇരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ കണ്ണിനൊരു ചെറിയൊരു വിഷമം തോന്നി. ഇപ്പോൾ ഞാൻ മദറിനോട് പറഞ്ഞു, മദറെ ഒന്ന് കണ്ണ് കാണിക്കാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ പോയി കണ്ണ് കാണിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ട്, നെർവിലേക്ക് ഷുഗർ ബാധിച്ചു. അപ്പോൾ ഏതെങ്കിലും കണ്ണ് ഹോസ്പിറ്റലിൽ പൊക്കോ എന്നും പറഞ്ഞ് പാലനയിലെ ഡോക്ടർ എനിക്ക് ലെറ്റർ തന്നു വിട്ടു. ഞാനത് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, കാരണം കണ്ണിൽ ബ്ലീഡിങ് വന്നാൽ പിന്നെ അത് കാഴ്ച പൂർണ്ണമായിട്ടും പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഡോക്ടർ രോഗനുണ്ട്, ഡോക്ടറെ ഒന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ബ്ലീഡിങ് ഉണ്ട്, നെർവൊക്കെ കംപ്ലൈൻ്റ് ആണല്ലോ, സിസ്റ്റർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്ലൈൻഡ്നെസ് വരും, ഇനി അന്ധയാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. എനിക്കറിയാം ഈ കൊച്ചു പള്ളിയിൽ ഞാൻ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ദാവീദിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കനിയണം. ഞാൻ ഓർക്കുകയാണ് 1991 ഞാൻ ഈ ബർത്തലോമ്യൂവിൻ്റെ ഒരു നാടകത്തിൻ്റെ ആ ഭാഗം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുകയാണ് ആ വാക്ക് ഇതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് ആ വചനം അറിയാമായിരുന്നു, കർത്താവേ ദാവീദിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കനിയണം. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നിരന്തരം ഒരാഴ്ചയോളം വന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നു. എനിക്കറിയില്ല, 10 ദിവസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. എനിക്കറിയാം ഇവിടെ അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട്, സഹോദരിമാരും പ്രാർത്ഥിക്കുന്നുണ്ട്, കുറച്ച് പേരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സഹോദരി ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചേക്കാൾ അധികം എനിക്കിവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആണ് എനിക്കെന്ന് ഉറപ്പുണ്ട്. അത് ഞാൻ ചെന്ന് ഡോക്ടറെ 10 ദിവസം കഴിഞ്ഞ് ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും, അതെന്താ ആ ഡോക്ടർ അന്ന് അങ്ങനെ എഴുതിയേ, ഇപ്പോൾ ഒന്നും കാണാനില്ല. അപ്പം സെയിം സാധനം ഡോക്ടറും പറഞ്ഞേ. അത് കഴിഞ്ഞ് കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വന്ന് ഈശോയോട് നന്ദി പറഞ്ഞു, ഈശോയെ ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് വിളക്കന്നൂർ പോയി ഈശോയോട് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ അണക്കരയിലും പോയി, കാരണം എനിക്ക് അണക്കരയിലൊക്കെ ഈ പൂർവികരുടെ ശവം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് തമ്പുരാൻ ശരിക്കും ബോധ്യപ്പെടുത്തി തന്ന ഒരു മേഖലകളായിരുന്നു. അപ്പോൾ 2 സ്ഥലത്തും പോയി ഞാൻ നന്ദിയൊക്കെ പറഞ്ഞു. വീണ്ടും കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ചാലക്കുടിയിൽ വേക്കൻസിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നോക്കിക്കോന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പോയാലോ എന്നൊരു തോന്നണം. കാരണം അവിടെ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കിങ്ങനെ സീനിയർ ആകുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങനെ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ നടന്നാൽ മതി. അത് ഞാൻ അനുഭവിച്ചില്ല 10-25 വർഷം. അപ്പോൾ അന്ന് പോയാലോ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എൻ്റെ കണ്ണിന് വേദന തുടങ്ങി. ഞാൻ സത്യമായി പറയുന്നത്, കണ്ണിന് നല്ല വേദനയായി, ഭയങ്കര. അപ്പം ഞാൻ വീണ്ടും ഇന്നലെ പോയി ഡോക്ടറെ കണ്ടു. ഞാനത് ഈശോയോട് കുർബാനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, ഈശോയെ ക്ഷമിക്കണേ, ഞാൻ ഇനി പോകുന്നൊന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്ത് നിന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ പോവാ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സഹോദരിമാരോടൊക്കെ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ കണ്ണിനെ, സിസ്റ്റർ പേടിക്കണ്ട, ഇനി സിസ്റ്ററിൻ്റെ കണ്ണിനൊന്നും വരില്ല കേട്ടോ, കാരണം ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. കാരണം മറ്റുള്ളവരുടെയൊക്കെ 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിഞ്ഞാൽ ചെന്ന് അവർക്കൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച കുറച്ചും കൂടെ കുറഞ്ഞു പോകാറുണ്ട്, സിസ്റ്ററിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതും തമ്പുരാൻ തന്ന വലിയൊരു അനുഗ്രഹമാണ്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ അച്ഛൻ ഇങ്ങനെ തറയമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതെൻ്റെ കൂടെയുള്ള സഹോദരിമാർക്കറിയാം. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതെടുത്തിട്ട് പോയിട്ടാണ് നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ കാലിലൊരു ചെറിയൊരു ഹീലിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം ഞാനത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ആ പായ അങ്ങ് മാറ്റിയിട്ടിട്ട് നിന്ന് നോക്കി ശരിയാണോന്ന്. ഇത്രയും നേരം നിന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. കർത്താവിനെ തൊട്ടു എന്നുള്ളത് ആ വാദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കൊട്ടും തണുപടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും കർത്താവ് മാറ്റിയിട്ടുണ്ട്.